പട്ടായയിൽ ഞങ്ങളെത്തിയിട്ട് സ്ട്രീറ്റ് ഫുഡ്സ് എക്സ്പ്ലോർ ചെയ്യുന്ന ടൈമിലാണ് കുറേ മുതലയുടെ തലകൾ ഞങ്ങൾ കണ്ടത്. കണ്ണാടി വെച്ചതും കണ്ണാടി വയ്ക്കാത്തതും ഒക്കെ ആയിട്ടുള്ള കുറേ മുതലത്തലകൾ അവിടെ മുതലെ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടും കണ്ടു. ഞങ്ങളൊരു ഞെട്ടലോടെയാണ് ഞങ്ങളൊരു വലിയ മുതലേനെ അവർ കറക്റ്റായിട്ട് ഗ്രില്ല് ചെയ്യാനായിട്ടുള്ള സെറ്റിങ്സും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് കണ്ടത്. സോ ഗ്രില്ലിലേക്ക് അവർ കയറ്റി വെച്ച് കഴിയുമ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. എത്രയും പെട്ടെന്ന് നമുക്കതിനെ ഒരു ടോക്കൺ എടുത്ത് നമ്മുടേതായ രീതിയിൽ ഒരു മുതല ഫ്രൈ നമുക്ക് അടിച്ച് ഗ്രില്ല് ചെയ്ത് കഴിക്കണം എന്ന് തീരുമാനിച്ചു. വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് ആ ഗ്രില്ല് നമുക്ക് ചെയ്ത് കിട്ടുകയും ചെയ്തു. നമ്മുടെ ഗ്രില്ല് നമുക്ക് വളരെ കൊതിയോടുകൂടി നമ്മുടെ കയ്യിലേക്ക് കിട്ടിയപ്പോൾ ഒരു വലിയൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു നമ്മുടെ അടുത്തുണ്ടായിരുന്നത്. കാരണം നമ്മൾ ഇന്നേ വരെ മുതല ഗ്രില്ല് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. അതിനകത്ത് നിന്ന് ഒരു എല്ലാ ഫ്ലേവേഴ്സും കൂടി നമുക്ക് 2 ഡിപ്പ് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ കഴിക്കാനായിട്ട് ഇതിനോട് അറ്റാച്ച് ചെയ്ത് അവർ തന്നിട്ടുണ്ടായിരുന്നു. ഇത് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഇതുവരെ നമ്മൾ കഴിക്കാത്ത പല ഫീലിങ്സും നമുക്ക് കിട്ടും. കാരണം നമ്മൾ പലപ്പോഴും പല വിഭവങ്ങൾ നമ്മൾ ഗ്രില്ല് ചെയ്ത് കഴിച്ചിട്ടുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമുക്ക് വളരെ സോഫ്റ്റായിട്ടുള്ള ആ ഒരു മീറ്റ് നമ്മൾ മുതല എന്ന് പറയുമ്പോൾ വളരെ കട്ടിയുള്ളൊരു സംഭവമാണ്. നമ്മൾ മുതല ഫ്രൈ തീർന്നിരിക്കുകയാണ്. അപ്പോൾ മരിയം എങ്ങനെ ഉണ്ടായിരുന്നു മുതല ഫ്രൈ? ഇനി അങ്ങോട്ടോ ബാക്കി എന്താണ് പ്ലാൻ? ഇനി എല്ലാ തൈ ഫുഡ്സും പല്ലിപ്പാറ്റ വെറൈറ്റികൾ ഉണ്ടെന്നാണ് കേട്ടത്, എല്ലാം ഒന്ന് ട്രൈ ചെയ്യണം. വാവ്, സൂപ്പർ. അപ്പോൾ പട്ടായയിലെ മസ്റ്റ് ട്രൈ ഐറ്റമാണ് കേട്ടോ ഈ ക്രൊക്കഡൈൽ ഗ്രിൽ.